അപ്പോൾ ഈ സീസൺ സമയം തേൻ എടുക്കുന്ന ആ സമയം എന്ന് പറയുന്നത് ഏതാണ്ട് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസമാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ജനുവരി മാസം നമുക്ക് ചെയ്യേണ്ടത്, ഡിസംബർ അവസാനം തൊട്ട് ജനുവരി തൊട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ മേൽത്തട്ട് സ്ഥാപിക്കുക എന്നുള്ള. മേൽത്തട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഹണി ചേമ്പർ, തേനെടുക്കുന്ന ഹണി അടിത്തട്ടിൽ നിന്ന് നമ്മൾ തേനെടുക്കുകയില്ല. അടിത്തട്ടിൽ അതിൻ്റെ ബ്രോഡ്, അതിൻ്റെ മുട്ടയും പുഴുവും കുഞ്ഞുങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ മേൽത്തട്ടിൽ നിന്നാണ് തേനെടുക്കുന്നത്. മേൽത്തട്ടിൽ ഇതുപോലെ മേൽത്തട്ടിൽ 4 ഫ്രെയിംസ് ഉണ്ട്. ഇതിൽ നമ്മൾ അടകൾ വെച്ച് കെട്ടിക്കൊടുക്കണം. അതായത് ഇതിന് അടിത്തട്ടിൽ നിന്ന് അടയെടുത്തിട്ട് മുറിച്ച് കട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഇതിന് മേലോട്ട് തന്നെ ഈച്ച പണിതിട്ടുണ്ടെങ്കിൽ അതായാലും കട്ട് ചെയ്ത് മുറിച്ച് ഇതിൽ വെച്ച് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇതിലാണ് ഈച്ച തേനുണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ തേനെടുക്കുന്നത്. ഈ ഫ്രെയിം വീതി കുറഞ്ഞ ഈ ഫ്രെയിമിൽ നിന്നാണ് നമ്മൾ തേനെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു തട്ടിൽ ഏതാണ്ട് ഒരു 2 കിലോ 3 കിലോ വരെയൊക്കെ തേൻ കിട്ടും ഒരു തട്ടിൽ നിന്ന്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു തട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തട്ട് വീണ്ടും വെക്കാം. അങ്ങനെ 2 or 3 തട്ടുകളൊക്കെ വെച്ച് നമുക്ക് തേൻ ശേഖരിക്കാം. അതായത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മാർച്ച് മാസമൊക്കെ ആകുമ്പോൾ അതിൻ്റെ മാർച്ച് ഫസ്റ്റൊക്കെ ആകുമ്പോഴത്തേനും അതിൻ്റെ പീക്ക് ടൈം ആവും. ആ സമയത്തൊക്കെ ഏറ്റവും ഒരു പെട്ടിയിൽ നിന്ന് ഒരു 6-7 കിലോ തേനൊക്കെ വെച്ച് കിട്ടും. അപ്പോൾ അങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ വെച്ചൊക്കെ തേൻ ശേഖരിക്കാം. അപ്പോൾ അതിന് വേണ്ട സംഭവം ഈ മേൽത്തട്ട് വേണം, പിന്നെ ഒരു കത്തി വേണം, പിന്നെ ഈ കാണിച്ച സ്മോക്കർ, പിന്നെ മുഖത്തിടാനൊരു വലയുണ്ട്. ഈ വലയും കൂടി ഇടുകയാണെങ്കിൽ നമുക്ക് മുഖത്തൊന്നും കുത്ത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ വലയും കൂടി ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിങ്ങനെ ഒരു പെട്ടി ഇവിടെയുണ്ട്. ഈ പെട്ടി മേൽത്തട്ട് കെട്ടാൻ സ്ഥാപിക്കാറായ പെട്ടിയാണ്. അപ്പോൾ തേനീച്ചപ്പണിയിൽ ആദ്യത്തെ ചടങ്ങെന്ന് പറഞ്ഞാൽ ഈ സ്മോക്കറിന് തീ പിടിപ്പിക്കില്ല. സ്മോക്കറിൽ തീ പിടിപ്പിക്കാൻ സ്മോക്കർ ഇതിന് തുറന്നിട്ട് ഇതിനകത്ത് ഈ ചകിരി കത്തിച്ച് കുറച്ച് പിഞ്ചടം കെട്ടുക. ഇതെന്നാലേ ഇത് ശരിക്കും തീ അങ്ങ് നിൽക്കുകയുള്ളൂ. ഇത് കുറച്ച് ചകിരി ഇട്ടിട്ട് പിന്നെ കുറേ കൂടെ ചകിരി പിഞ്ചി ഇട്ട് നിറക്കണം. എന്നാലും കുറേ സമയം നിൽക്കുള്ളൂ. 1 മണിക്കൂറൊക്കെ 2 മണിക്കൂറൊക്കെ നിൽക്കണമെങ്കിൽ ഇതിങ്ങനെ കുറച്ച് ചകിരി പിഞ്ചി ഇടണം. ഇങ്ങനെ ചകിരി പിഞ്ചി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കുറേ സമയം നിൽക്കും. കുറേ ചകിരി ഇടുക. ചകിരി ഇട്ട് ശേഷം ഇതുണ്ടോ, ഇത് ഇങ്ങനെ അടക്കണം. അടച്ചു. ഇതിൻ്റെ ഈ ഭാഗത്തുണ്ട്, ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ട്, ഒരു കണ്ണാടി ഉണ്ട്. അപ്പോൾ ഇതെന്താ വെച്ചാൽ മുഖത്തും കാണാൻ ഇൻ കേസ് ഒരു ഈച്ച കുത്തിയാൽ, ഇൻ കേസ് കുത്തിക്കഴിഞ്ഞാൽ അത് നമുക്കിങ്ങനെ നോക്കി കുത്തിയത് ഇങ്ങനെ എടുത്ത് കളയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഈ മുള്ളൊക്കെ എടുത്ത് കളയണമെങ്കിൽ ഈ കണ്ണാടി വേണം. അതിന് ഈ സൈഡിൽ കണ്ണാടി. അപ്പോൾ ഇതിങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഇതിലെ പുക ചാടും. ഈ പുക എങ്ങനെ കഴിഞ്ഞാൽ ഈച്ച അടങ്ങിയിരുന്നുള്ളൂ, അധികം ശല്യത്തിന് നിൽക്കിയാൽ ഒതുങ്ങിയിരുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് സ്മോക്കറിൻ്റെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഒരു 1 മണിക്കൂർ നേരത്തിന് 2 മണിക്കൂർ നേരത്തിന് ഇത് കത്തും. ഇതിനകത്ത് ഈ പുക ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഇവിടെ ഇതൊരു വലയാണ്, ഇങ്ങനെ അടിച്ചാൽ മതി. അപ്പോൾ ഇതിലെ പുക വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പുക എന്നാൽ ഈച്ച ഒതുങ്ങിയിരിക്കും. നമുക്ക് പിന്നെ കുത്തിനെ പേടിക്കേണ്ട. അതും കുത്തി വല, ബീവയിൽ എന്ന് പറയും. ഈ വല ഇട്ട് കഴിഞ്ഞാൽ മുഖത്ത് കുത്ത് കിട്ടിയല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു വല ഇടാം. സാധാരണ പരിചയസമ്പന്നരായിട്ടുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ എപ്പോഴും ഈ വലയൊക്കെ ഒഴിവാക്കി സ്പീഡ് ചെയ്യാൻ വേണ്ടി ചെയ്യും, മുഖത്ത് വേർക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. ഞാനും സാധാരണ രീതിയിൽ ഉപയോഗിക്കാറില്ല. പക്ഷേ ഇപ്പം അത്യാവശ്യം പണികളുള്ളതുകൊണ്ട് ഈ വല ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഈ വല മുഖത്തിടാം. ഇനി നമുക്ക് പതിയെ പെട്ടി അഴിച്ച് ഇതിൻ്റെ അവസ്ഥയൊന്ന് നോക്കാം. മഴക്കാലത്ത് മഴ നനയാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക്കുകളാണ്. ഇതിനകത്ത് പഴയ ഫ്രെയിംസ് ഉണ്ട്. ഇതിൽ നമുക്കൊരു തട്ടൂടെ വെച്ച് കെട്ടിക്കൊടുക്കാം. ഇതൊരു തട്ടുണ്ട്. ചേമ്പൻ്റെ അടയുടെ മുകളിലൊക്കെ ഇങ്ങനെ മുകളിലോട്ടൊക്കെ പണിത് വെച്ച് അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് കളയണം. ഇങ്ങനെ ഇതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് മെഴുകുഴുവൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കണം. ഈ സൈഡൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വൃത്തിയാക്കി, ഇവിടെയൊക്കെ മെഴുകുഴുവിൻ്റെ മുട്ടയൊക്കെ കാണും, അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടാവും. അതിനെയൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കണം. ഈ സൈഡിലെ അടയിൽ മുട്ടയിടിയിലൊക്കെ നിർത്തിയത് ഒഴിവാക്കിയ അടയാണ്. ഇതിൽ കുറച്ച് പൂമ്പൊടി വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് പൂമ്പൊടിയുണ്ട്, ബാക്കിയൊന്നുമില്ല. അപ്പോൾ മുട്ടയൊന്നുമില്ല. ഇത് പഴയ അടയായി. ഇതിപ്പോൾ ഇങ്ങനെയുള്ള അടകൾ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൽ മെഴുകുപുഴുവിൻ്റെ ശല്യം ഉണ്ടാകും. അതായത് നിശാശലഭങ്ങൾ വന്ന് മുട്ടയിട്ട് അതിൻ്റെ പുഴു കയറി അതിനകത്ത് കയറി ഇതിനെ ശല്യം ചെയ്യും. അപ്പോൾ ആ ഈച്ചയ്ക്ക് അത് ദോഷമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കി കളയണം. ഇങ്ങനെയുള്ള പഴയ അടകളൊക്കെ ഒഴിവാക്കി കളയണം.
ഇതിപ്പോൾ മുകളിലേക്ക് കെട്ടിക്കൊടുക്കാനും കൊള്ളിയല്ല, കാരണം ഇത് കരിഞ്ഞ് ഉണങ്ങിയ അടകളാണ്. എപ്പോഴും വളരെ പിഞ്ച് അടകൾ കെട്ടിക്കൊടുക്കുന്ന നല്ലത്, പുതിയ അടകൾ കെട്ടിക്കൊടുക്കുന്നതല്ല. അപ്പോൾ ഇതായാലും ഇനി ഇപ്പോൾ അടുത്ത ആഴ്ചയിൽ പുതിയ അട ഉണ്ടാവും. അപ്പോൾ ആ അടയാണ് ഇനി മുകളിലേക്ക് നമ്മൾ കെട്ടിക്കൊടുക്കേണ്ടത്. സമയമായി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സീസണോട് അടുക്കുമ്പോൾ ഈ സമയമായി കഴിഞ്ഞാൽ ക്യൂൻ സെല്ലുകളുണ്ടായി ഈച്ച പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ സൈഡിൽ ഇങ്ങനെ നോക്കണം, ഇവിടെ ക്യൂൻ സെല്ലുണ്ടോ എന്ന് നോക്കണം. ക്യൂൻ സെല്ലുണ്ടെങ്കിൽ അതിനെ അടത്തി കളഞ്ഞില്ലെങ്കിൽ ഈച്ച കൂട്ടം പിരിഞ്ഞു പോകും. കൂട്ടം പിരിഞ്ഞു പോയാൽ പിന്നെ നമുക്ക് ഈ വർഷത്തേക്ക് തേൻ ഉൽപ്പാദനത്തെ അത് ഗണ്യമായി ബാധിക്കും. മിക്കവാറും തേൻ കിട്ടാതെ വരും. ഇപ്പോൾ നമുക്ക് ഇതിന് വേറെ ഒന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിന് അട ഓൾറെഡി കെട്ടിയതുകൊണ്ട് ഇതിന് കെട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ കെട്ടിക്കൊടുത്ത അടകളുണ്ട്, അതിൽ തേനായി വരുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ നേരത്തെ കെട്ടിക്കൊടുത്ത ഇടയാണ്, ഇതിലിപ്പോൾ തേനായി വരുന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഒരാഴ്ച ഉണ്ട്. ഇതിപ്പോൾ ഈ സൈഡൊക്കെ ഒന്ന് സീലാക്കിയിട്ടുണ്ട്. ഇത് തേനടയാണ്. അടുത്ത ആഴ്ചയിൽ ഇതിന് മുകൾത്തട്ടിലേക്ക് വീണ്ടും കെട്ടിക്കൊടുക്കാം. ഇപ്പോൾ ഇതിന് ആവശ്യമില്ല, മേൽത്തട്ടിലേക്ക് കെട്ടിക്കൊടുക്കേണ്ട ആവശ്യമില്ല. അടുത്ത ആഴ്ച നമുക്ക് കെട്ടിക്കൊടുക്കാൻ ആയെന്നുള്ളതിൻ്റെ ഒരു ഏകദേശം ആയതിൻ്റെ ലക്ഷണമാണ് ഈ മുകളിലേക്ക് പണിയുന്നത് കാണുന്നത്. ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ മുകളിലേക്ക് നമുക്ക് അടുത്ത സെറ്റൂടെ വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷണം. മൂടി വെച്ച് വെക്കുക. ഇതിന് മേൽത്തട്ട് വെച്ച് കെട്ടിക്കൊടുക്കാൻ. ഇത് കണ്ടോ, ഇത് ഈ പെട്ടി ഇതിൻ്റെ മേളിൽ അലുമിനിയം ഷീറ്റൊക്കെ അടിച്ചേക്കുന്നത് മഴക്കാലത്ത് നനയായിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. വളരെ അലുമിനിയം ഷീറ്റ് അടിച്ച് മൂടി വെച്ചേക്കുന്നത്. അപ്പോൾ ഈ പെട്ടിയിൽ നമുക്ക് മേൽത്തട്ട് കെട്ടിക്കൊടുക്കാം. അതിന് വേണ്ടി പെട്ടി ഒന്ന് ആദ്യം ഒന്ന് ക്ലിയർ ചെയ്യണം. ആദ്യം ഒന്ന് പുകയൊക്കെ കൊടുത്ത് ഈച്ചയൊന്ന് ഒതുക്കിയ ശേഷം, ഇത് നമുക്ക് മഴക്കാലത്ത് ഇതിന് ആഹാരം കൊടുക്കാൻ വെച്ച ചിരട്ടയുണ്ട്, അതൊക്കെ എടുത്ത് ഇനി മാറ്റാം. ഇപ്പോൾ എപ്പോഴും നോക്കേണ്ട കാര്യം തന്നെ ഈച്ചയ്ക്ക് പ്രകോപനം ഉണ്ടാകാതെ നോക്കണം. ഈച്ചയ്ക്ക് വേദന എടുക്കില്ല. ഈച്ചയ്ക്ക് പ്രകോപനം ഉണ്ടായാൽ അത് കുത്തുന്നത് അല്ല, സാധാരണ രീതിയിൽ അത് കുത്തിയൊന്നുമില്ല. അപ്പോൾ ഈച്ചയ്ക്ക് വേദന എടുക്കാതെ നോക്കുക. പിന്നെ അല്പം പുക എടുത്തു കഴിഞ്ഞാൽ ഈച്ച ഒതുങ്ങിക്കോളും, ഈച്ച അങ്ങനെ മാറി നിന്നോളും. പിന്നെ മേൽത്തട്ട് കെട്ടാൻ വേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഇതെല്ലാം ഒന്ന് ഒരുക്കണം, എല്ലാം ഒന്ന് ക്ലീൻ ആക്കണം. ക്ലീൻ ആക്കിയ ശേഷം ഈ ഇടയുടെ മുകളിലൊക്കെയുള്ള ഇത് കണ്ടോ, ഇവിടെയൊക്കെ മുകളിലോട്ടൊക്കെ നിൽക്കുന്ന ഈ ഇതൊക്കെ ഒന്ന് ചെത്തി ഒരുക്കി വല്ല വൃത്തിയാക്കണം. എന്നിട്ടാണ് നമ്മൾ മേളിലേക്ക് കെട്ടാനുള്ള. ഇനി അടിത്തട്ടിൽ നിന്ന് നമുക്ക് ഒരടയെടുത്തിട്ട് അതിനെ കട്ട് ചെയ്ത് അതാണ് മേൽത്തട്ടിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരട എടുത്ത് കട്ട് ചെയ്ത് ഫസ്റ്റിലേക്ക് കൊടുക്കുമ്പം ഒരട മുറിച്ച് രണ്ടായിട്ട് 2 ഫ്രെയിമിലേ കൊടുക്കുള്ളൂ. മുകൾത്തട്ടി 4 ഫ്രെയിം ഉണ്ടെങ്കിലും 2 ഫ്രെയിമിലാണ് ആദ്യം കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്ക് വന്ന് ഈ നമ്മൾ കാലിയാക്കി ഇടുന്ന ഒരട മുറിച്ചെടുത്ത് ആ കാലി ഫ്രെയിമിൽ വീണ്ടും ഈച്ചകൾ സ്വമേധ ഒരട പണിതിട്ടുണ്ടാവും. അപ്പോൾ ആ വരുന്ന പുതിയ അടയാണ് വീണ്ടും നമ്മൾ കെട്ടിക്കൊടുക്കുന്നത്, നെക്സ്റ്റ് വീക്ക് കെട്ടിക്കൊടുക്കുന്നത്. ഈ അടയും ഫുള്ളാണ്. ഇതിങ്ങനെ കുടയാൻ നേരത്ത് നമ്മൾ ബലം പ്രയോഗിച്ചല്ല കുടയേണ്ടത്. ഇത് വളരെ സാവധാനത്തിൽ പതിയെ കുടഞ്ഞാൽ മതി. ഒരു നേക്കിനെ കുടഞ്ഞാൽ മതി. കാരണം ഇത് മസിൽ പിടിച്ചിങ്ങനെ കുടഞ്ഞു കഴിഞ്ഞാൽ ഈച്ച വീഴിയല്ല. അപ്പം ഈച്ച താഴേക്ക് പോകാൻ ഇങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് ഇതിനകത്തേക്ക് തന്നെ കുടയണം. പുറത്തേക്ക് കുടഞ്ഞാൽ ഇതിനകത്ത് റാണി ഉണ്ടെങ്കിൽ റാണി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പെട്ടിക്കകത്തേക്ക് തന്നെ ഇങ്ങനെ കുടയുക. അപ്പോൾ ഇതേലും മുട്ടയും പുഴുവൊക്കെ ഉണ്ട്. ഈ മുട്ടയും പുഴുവൊക്കെ ഇതൊക്കെ വിരിഞ്ഞിറങ്ങിക്കഴിയുമ്പോൾ അതിൽ ഇത് നമ്മൾ മേൽത്തട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് മേൽത്തട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് മുറിച്ചിട്ടാണ് കട്ട് ചെയ്ത്, ഇത് 2ആയിട്ട് മുറിച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ആദ്യം ഇത് മുറിച്ചെടുക്കാം. ഒന്ന് കട്ട് ചെയ്ത്
എന്നിട്ട് ഇതിനെ നമുക്ക് ക്ലീൻ ചെയ്ത് നല്ലപോലെ ക്ലീൻ ചെയ്യുന്നൊന്നും ഈ പുറത്തേക്ക് ഇടാൻ പാടില്ല. ഇതൊക്കെ ഒരു പാത്രത്തിലേക്ക് എടുക്കണം, കാരണം ഇവിടെ ഉറുമ്പ് വരാൻ സാധ്യതയുണ്ട് പുറത്ത് വീണാൽ. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് പാത്രത്തിലേക്ക് ക്ലീൻ ചെയ്തിട്ട് ഈ അട നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതേ സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആഴ്ചയിൽ ഇതേലൊരു പുതിയ അട പണിതിട്ടുണ്ടാവും. അടുത്ത ആഴ്ച വരുമ്പോൾ ഇതേൽ പുതിയ അട പണിതിട്ടുണ്ടാവും. നമുക്ക് അത് മുറിച്ചെടുത്ത് അടുത്തത് വെച്ച് കെട്ടി കൊടുക്കാം. അപ്പം അടിയിൽ നിന്ന് ഒരട നമ്മൾ മുറിച്ച് മാറ്റി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലോട്ട് നമ്മൾ സൂപ്പർ വെക്കുകയാണ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ അതാ മേൽത്തട്ടിനെ സൂപ്പർ ചേമ്പർ എന്ന് പറയും, അഥവാ ഹണി ചേമ്പർ എന്ന് പറയും. അത് നമ്മൾ ഇങ്ങോട്ട് സ്മോക്കർ വേണം. ഈ ഇതിനെ ഒരു പലകയിൽ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ എളുപ്പമുണ്ട്. ഇതിൻ്റെ രണ്ടായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നു. പിടിച്ച് രണ്ടായിട്ട് കട്ട് ചെയ്ത് ഒരു പീസ് ഇങ്ങനെ വെക്കണം. ഈ അടിഭാഗത്തായിട്ട് ചേർത്ത് വെക്കണം. ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ചേർത്ത് വെക്കുക. എന്നിട്ട് റബ്ബർ ബാൻഡ് ഒന്ന് പിടിച്ച് ഇങ്ങനെ റബ്ബർ ബാൻഡ് ഈ സൈഡിലിടുക, ഈ സൈഡിലും ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കെട്ടാനൊന്നും പോകണ്ട. ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് 1-2 ആഴ്ച കണ്ട് ഈച്ചകൾ ഇത് ഫുള്ളാക്കിക്കോളും. ഇത് പണിത് ഫുള്ളാക്കി ഇനി അടുത്ത പീസിനെ നമ്മളെടുത്ത് റബ്ബർ ബാൻഡില്ല രണ്ടെണ്ണം ഇത് കണ്ട് മനസ്സിലായില്ലേ? ഇതിന് അടിത്തട്ടിയിൽ നിന്ന് നമ്മളൊരു ഫ്രെയിം എടുത്ത് ഒരടയെടുത്ത് അതിനെ രണ്ടായിട്ട് മുറിച്ച് ഇതിന് വെച്ച് കെട്ടി കൊടുക്കുക ഇത് മേൽത്തട്ടിലേക്ക്. ഇനിയും 2 ഫ്രെയിം ഇതിനകത്ത് എംപ്റ്റി ആയിട്ടുണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് വീക്ക് വരുമ്പോൾ ഇത് കുറച്ച് തേനാണ് പിടിച്ചു കൈ കാണിച്ചു. നെക്സ്റ്റ് വീക്ക് വരുമ്പോൾ നമ്മൾ കാലിയാക്കി ഇട്ട അടയിൽ ആ ഫ്രെയിമിൽ ഒരു പുതിയ അട ഉണ്ടാക്കിയിരിക്കും. അത് ഫുള്ളായിട്ട് അത് പണിതിട്ടുണ്ട്. അടുത്ത ആഴ്ച കൊണ്ട് ഫുള്ളായിട്ട് പണിതിട്ടുണ്ടാവും. അതിനെ മുറിച്ചെടുത്ത് ഇതുപോലെ തന്നെ മുറിച്ച് വേണമെങ്കിൽ ഒരു ഫ്രെയിമേൽ ഫുള്ളായിട്ട് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട്, കാരണം കൂടുതൽ പണിയുന്നില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ഫുള്ളായിട്ട് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തേനാകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ തേൻ നന്നായിട്ട് പണിയുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ വേണമെങ്കിൽ നടുവേ മുറിച്ച് രണ്ടായിട്ടും കൊടുക്കാം. ചെറിയതൊക്കെ ആണെങ്കിൽ ഒന്നായിട്ട് ഫുള്ളായിട്ട് അങ്ങ് കൊടുത്തേക്കുക. ഒരു ഫ്രെയിമേ ഫുള്ളായിട്ട് കൊടുക്കുക. അങ്ങനെ ഫുള്ളായിട്ട് കൊടുക്കുന്ന കൂടുതൽ നല്ലത്. അത് കഴിഞ്ഞ് പിന്നെ 3-4 ദിവസം കഴിയുമ്പം പിന്നെ വീണ്ടും പണിയുന്ന വീണ്ടും അടുത്ത് കൊടുക്കാം. അങ്ങനെ 1-2 ആഴ്ച സീസൺ ആകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു തട്ട് നിറഞ്ഞു കഴിയുമ്പം വീണ്ടും നമുക്ക് ചെയ്യാവുന്ന അടുത്ത തട്ട് ഇതുപോലെ ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുള്ളായി നിറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തട്ട് വീണ്ടും വെക്കാം. ഇങ്ങനെ അടുത്ത തട്ട് വെക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ അടുത്ത തട്ട് വെക്കാൻ പാടില്ല. ഈ തട്ട് നിറഞ്ഞ ശേഷം മാത്രമേ അടുത്ത തട്ട് വെക്കാവുള്ളൂ. ഈ 2 അടയെ നമ്മളിപ്പോൾ കെട്ടിക്കൊടുത്തിട്ടുള്ളൂ. 4 അട കെട്ടിയില്ല. ഇനി അടുത്ത അട കെട്ടുന്നത് അടുത്ത ആഴ്ചയിലാണ്. ഇതാണ് ഇതിൻ്റെ സീസണലായിട്ടുള്ള പണിയുടെ മെയിനായിട്ടുള്ള കാര്യം. ഇങ്ങനെ അടകൾ കെട്ടിക്കൊടുത്ത് നമ്മളൊരു ബേസ് ഇട്ട് കൊടുക്കണം, എന്നാലേ ഈച്ചകൾ പണിയുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് പിന്നെ എന്തെങ്കിലും നായ്ക്കളൊക്കെ പെട്ടി പോകാതിരിക്കാൻ വേണ്ടി സ്റ്റാൻഡുമായിട്ട് കെട്ടി ഉറപ്പിച്ച് വെക്കണം. ഇങ്ങനെ കെട്ടി നല്ല വള്ളിക്ക് ടൈറ്റായിട്ട് കെട്ടി സ്റ്റാൻഡുമായിട്ട് കെട്ടി ഉറപ്പിച്ച് വെക്കണം. അപ്പോൾ ഇനി അഥവാ നായ്ക്കളോ പരുന്തോ ഒക്കെ വന്ന് തട്ടിയാലും പെട്ടി വീണ് പോയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കെട്ടി ഉറപ്പിച്ച് വെക്കണം എന്നുള്ളത് വളരെ മസ്റ്റായിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ ഈ മൂടിക്കകത്ത് ഈ ഈച്ചയൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മളിത് മൂടി വെക്കുമ്പോൾ നിലത്തോട്ട് വെക്കുമ്പം ഇത് കമഴ്ത്തി വെക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ മലർത്തി വെച്ചാൽ ഇതേ റാണി ഉണ്ടെങ്കിൽ റാണി മിസ്സാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കമഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ ഈച്ച എല്ലാം കൂടെ അകത്തോട്ട് കയറിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കമഴ്ത്തി വെക്കുക. ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. അപ്പോൾ ഇതിനകത്തെല്ലാം തേൻ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഈ ഇടകളെല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ട് വേണം നമുക്കിതിനെ മേൽത്തട്ട് കെട്ടിക്കൊടുക്കാൻ. ഇതൊക്കെ തേനാണ്. ഇതിപ്പോൾ ഒരു 2 കിലോ തേൻ ഇതിനകത്തുണ്ട്. ഒക്കെ നമുക്കെടുത്ത് മാറ്റാം. എന്നിട്ട് ഈ മേൽത്തട്ടും ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. എന്നിട്ട് വേണം നമുക്കിതിനെ കൈകാര്യം ചെയ്യാൻ. ഇതിനാണ് ഈ 2 വശം മൂർച്ചയുള്ള ഈ കത്തി ഉപയോഗിക്കുന്നത്. എന്നാന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ നമുക്ക്
ചെത്തിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് സൈഡ് മുറിച്ചുള്ള ബി നൈഫ് എന്ന് പറയും. ഈ കത്തിക്കുന്നതിന് ഒരു പേരുണ്ട്, ബി നൈഫ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ബി നൈഫ് ഉപയോഗിച്ച് ഇങ്ങനെ ചെത്തി മാറ്റി എപ്പോഴും നമുക്ക് സീസണായി കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ ഒരട നമ്മളെപ്പോഴും ഫ്രീ ആയിട്ട് ഇടുന്നത്. എപ്പോഴും ഈച്ചയ്ക്ക് പണിയുണ്ടാണ്. ഈച്ചയ്ക്ക് പണി കൊടുത്തില്ലെങ്കിലാണ് ഈച്ച കൂട് പിരിഞ്ഞു പോകാനും കൂടുതൽ സെല്ലുണ്ടാക്കി തിങ്ങിക്കഴിഞ്ഞാൽ കൺജസ്റ്റഡ് ആയിക്കഴിഞ്ഞാൽ ഇത് ഡിവൈഡ് ആയി പോകാനുള്ള ഒരു പ്രവണത കൂടുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരട ഫ്രീ ഇടുക. അപ്പോൾ അതുകൊണ്ട് ഈ സൈഡിലെ ഒരട നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. മേളിൽ കെട്ടി കൊടുക്കാൻ നമുക്ക് ധാരാളം അടകൾ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. എന്നാലും നമുക്ക് ഈ സൈഡിലെ ഒരട നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതാണ് തേൻ ഉൽപ്പാദന കാലത്തിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കം. ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ശരിയായ തേൻ നമുക്ക് ഉൽപ്പാദനം കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഇത് കണ്ടോ, ഈ സൈഡിലൂടെയൊക്കെ വരും. ഇതിനകത്ത് കണ്ടോ, ഇതിനകത്ത് നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ അടകളൊക്കെ കെട്ടിയിട്ടുണ്ട്. ചുമ്മാ ഈ സൈഡിൽ ഈച്ചകൾ ഉണ്ടാക്കി വെക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൽ ക്യൂൻസെല്ലുണ്ടാവും, നമ്മൾ കാണിയില്ല. എന്നിട്ട് ക്യൂൻസെല്ലുണ്ടായിട്ട് ഈച്ച കൂട്ടം പിരിഞ്ഞ് പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള അടകൾ, ഇതുപോലെയുള്ള അടകളൊക്കെ നമുക്ക് ചെത്തി നീക്കി കളയണം. ഇതൊക്കെ കൃത്യമായിട്ട് ഒരുക്കി ഇങ്ങനെയൊക്കെയുള്ള. അപ്പോൾ ഇവിടെ ഒന്നും വേറെ ക്യൂൻസെല്ലൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്ക് അറിയാതെ തന്നെ ഈച്ചകൾ ചിലപ്പം വേഗം കൂട്ടം പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ ഒരട മോശം അട നമ്മൾ ക്ലീൻ ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ ഒരു അടയുടെ ഉണ്ട്. ഇതിൽ രണ്ടട ഏതാണ്ട് മോശം അടയുണ്ടായിരുന്നു. അപ്പോൾ രണ്ടട തന്നെ നമ്മൾ മാറ്റുകയാണ്. ഇതും ഇച്ചിരി മോശം അടയാണ്, അതുകൊണ്ട് ഇതും നമ്മൾ മാറ്റുക. ഈ നാലട നല്ല ക്ലിയർ ആയിട്ടുള്ള ഇടയുണ്ട്. അപ്പോൾ ഈ രണ്ടട വേഗം നീച്ച പണിതോളും. അപ്പോൾ നമുക്കത് ഈ രണ്ടട കെട്ടി മാറ്റി നമ്മൾ മടിയനീച്ചകൾ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ മടിയനീച്ചയുടെ മുട്ട ഇങ്ങനെ കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കും. ഈ മടിയനീച്ചകൾ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ ഈച്ചയ്ക്ക് കൂട്ടം പിരിയാനുള്ള ഒരു പ്രവണത കൂടും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള മടിയനീച്ചകളുടെ മുട്ടകൾ ചെത്തി നമ്മൾ കളയണം. ഇതിങ്ങനെ ചെത്തി കളയാം.